Good afternoon. Good afternoon, Miss. Okay, good afternoon. Good afternoon, ma'am. Okay, good afternoon. ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചല്ലേ? ഓക്കെ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ് മാർട്ടിൻ? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ, പറഞ്ഞോ. അതായത് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഏത് മേഖലകളിലാണ് നമുക്ക് ജോലി കിട്ടുന്നത്? ഏതൊക്കെയാണ്? നമ്മള് ഏത് ഫീൽഡിൽ വേണമെങ്കിലും നമുക്ക് കിട്ടാട്ടോ. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഏത് ഫീൽഡാണെന്നുള്ളത് അവിടെ തീരുമാനിക്കുന്നത് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണെന്ന് അറിയാവോ? ഒന്ന് പറയാവോ? ഫ്രണ്ട് ഓഫീസ് അങ്ങനെ എവിടെ വേണമെങ്കിലും കിട്ടാം. ഫ്രണ്ട് ഓഫീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലോ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഏത് മേഖലകളിലും പറ്റൂ കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണങ്ങള്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് ഓഫീസിലാവാം, റിസപ്ഷനിലാണ്, അങ്ങനെയൊക്കെയുള്ള ഏരിയയിലായിരിക്കാം. അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും സ്കില്ലിനനുസരിച്ചിട്ട് തീരുമാനിക്കും കേട്ടോ. ഓക്കെ, ശരി. ഞാനൊന്ന് ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാസ്റ്റത്തെ ക്ലാസ് ആണ് എന്റെ. അപ്പോ ഒരു റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് പിരിയാം. ഓക്കെ, ശരി. ഇപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാനേ. ഞാൻ നിങ്ങൾക്കായിട്ട് എടുത്ത ചാപ്റ്റേഴ്സുകൾ 10 ചാപ്റ്റേഴ്സുകളാണ് ഞാൻ എടുത്തത് കേട്ടോ. 3rd ഉം 4th മൊഡ്യൂളിൽ കൂടിയിട്ട് 10 ചാപ്റ്ററുകളാണ് ഞാൻ എടുത്തത്. ഓക്കെ, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ, പിന്നെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്, മെഡിക്കൽ റെക്കോർഡ്സ്, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NADH, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, പിന്നെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, ഓവർവ്യൂ. ഓക്കെ, ഓവർവ്യൂ പഠിച്ചല്ലോ അത്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ 10 ചാപ്റ്റേഴ്സുകളാണ് ഞാൻ പഠിപ്പിച്ചത് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ഓടിച്ച് പറയാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങള് മൊഡ്യൂൾ എക്സാം ഒരു കാര്യം നിങ്ങളൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങള് മോക്ക് ടെസ്റ്റുകൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാര്യം 3rd ഉം 4th മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക കേട്ടോ. പഠിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, മെയിൻ എക്സാമിനാണ് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴേ തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതേ സമയം കളയണ്ട. ആദ്യം ഞാൻ പറഞ്ഞത് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. അതാണ് ഞാൻ ആദ്യമായിട്ട് എടുത്ത ചാപ്റ്റർ. ഇതില് 3rd എടുത്ത ചാപ്റ്റർ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കാം. അത് എന്തായാലും റെക്കോർഡഡ് ആണല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പഠിക്കുന്ന സമയത്തൊക്കെ അതൊന്ന് നോട്ട് ചെയ്ത് പോകണം. ക്വസ്റ്റ്യൻസ് ഇതൊക്കെയായിരുന്നു. ഹു വാസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ്? പബ്ലിക് റിലേഷന്റെ ഫാദർ ആരാണ്? നമ്മൾ പഠിച്ചതാണ്, എഡ്വേർഡ് ബെർണേസ് ആണ് കേട്ടോ. അപ്പൊ എഡ്വേർഡ് ബെർണേസിനെ പറ്റിയിട്ട് ആ ഒരു ചാപ്റ്ററിന്റെ തുടക്കം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരാണ് എഡ്വേർഡ് ബെർണേസ് അല്ലെ? പിന്നെ അദ്ദേഹത്തിന്റെ ആ ബുക്കിന്റെ പേരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്രിസ്റ്റലൈസിങ് ദ പബ്ലിക് ഒപ്പീനിയൻ, ആ ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആ ബോക്സിലുള്ളതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത് ഒരിക്കലും മിസ്സാക്കരുത്. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം കേട്ടോ. വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹു വാസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ്? ഉത്തരം എഡ്വേർഡ് ബെർണേസ് ആണ് കേട്ടോ. അതുപോലെ ദ ബുക്ക് റിട്ടേൺ ബൈ എഡ്വേർഡ് ബെർണേസ് ഈസ്, നമ്മളിപ്പോ പറഞ്ഞതാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, പിന്നെ പബ്ലിക് റിലേഷൻ ഇസ് എ ഡാഷ്. പബ്ലിക് റിലേഷൻ എന്താണ് ശരിക്കും? 2-way കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. 2-way കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താണ് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്റേണൽ റിലേഷൻ? ഇന്റേണൽ റിലേഷൻ എന്ന് പറയുമ്പോൾ
ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കണേ. ഇന്റേണൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ്. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫംഗ്ഷൻസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ കേട്ടോ. ഓർഗനൈസേഷൻ അകത്ത് നടക്കുന്ന ഫംഗ്ഷൻസുകളാണ് കേട്ടോ. അപ്പോ അതിൽ പെടുന്ന ആൾക്കാര്. ഒരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: പേഷ്യന്റ്, വിസിറ്റേഴ്സ്, ജനറൽ പബ്ലിക്, വാർഡ് ബോയ്സ്. ഏതായിരിക്കും വരാം? വാർഡ് ബോയ്സ് ആണ് വരാം കേട്ടോ. വാർഡ്, കാരണം അവരാണ് ഇൻട്രാമ്യൂറൽ വിത്തിൻ ദ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്, അവരാണ്. ഓക്കെ, അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ? പബ്ലിക് റിലേഷന്റെ ആവശ്യകതയിൽ അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത്? കാര്യം നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്, പബ്ലിക് റിലേഷനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അതിന് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റുകൾ നമ്മൾ അവിടെ പറയുന്നത്, ഒരു 9ഓളം പോയിന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അത്രയും പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഓരോ പോയിന്റ് ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടോ. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. അസിസ്റ്റിംഗ് റിക്രൂട്ട്മെന്റ്, അതുണ്ട്, അതൊരു നീഡാണ്. ഇംപ്രൂവ് എംപ്ലോയി മൊറാലെ, അതും ഒരു പോയിന്റ് ആണ്. എൻഹാൻസ് ഹോസ്പിറ്റൽ ഇമേജ്, അതുമുണ്ട് അല്ലെ. പിന്നെ എന്താണ്? ഇഗ്നറേറ്റ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ ഇഗ്നർ ചെയ്യുക, അതിനകത്ത് വരുമോ? ഇല്ല, വരില്ല അല്ലെ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒപ്പീനിയനെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലാണ്ട് ഒരിക്കലും അവരുടെ ഒപ്പീനിയനെ നമ്മൾ ഇഗ്നർ ചെയ്യാനായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ അതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാണ് കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ റെക്കോർഡ് എടുത്ത് കേൾക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ? Not a need of public relation. Options: improve employee morale, enlarge hospital visibility, enhance hospital image. None ആണ്, കാര്യം എല്ലാം അതിനകത്ത് വരുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ which are the fundamental components of a community operator? അത് നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഓപ്പറേഷനിലെ ഫണ്ടമെന്റൽ കമ്പോണൻസ് ഏതൊക്കെയാ? വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക അല്ലെ. ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, അത് കറക്റ്റ് ആണ്. ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, അതും കറക്റ്റ് ആണ്. ക്ലിയർ എൻവയോൺമെന്റ്, ഓൾ. ഏതാണ് ആൻസർ വരിക? ഓൾ ആണ് ആൻസർ വരിക അല്ലെ. അതായത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. 2 മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓപ്പറേറ്റീവ് മെത്തേഡ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ് ദാറ്റ് ഫോക്കസ് ഓൺ ദ ആക്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഏത് രീതിയിൽ പെരുമാറാൻ? നല്ല ജോയ്ഫുൾ ആയിട്ട്, പൊളൈറ്റ് ആയിട്ട്, നല്ല ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, അതാണ്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഫോക്കസ് ഓൺ മെസ്സേജിങ് ആൻഡ് ഡയലോഗ്സ്, അതിനാണ് കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, എന്നിട്ട് അത് വായിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത്. ടു മേക്ക് ദ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ, ശ്രദ്ധിക്കാത്ത ചോദ്യം. ടു മേക്ക് ദ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, their relatives and visitors is a dash method. ഉണ്ടല്ലോ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ് കേട്ടോ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഡാഷ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ദാറ്റ് ആർ കണ്ടക്ടഡ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. വിത്തിൻ ദ എന്ന് കേട്ടാൽ എന്തായിരിക്കും അത്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തത്. അഡ്മിനിസ്ട്രേഷൻ റൗണ്ട്സ് ഇൻ ഹോസ്പിറ്റൽ അറ്റ് ഡിഫറെന്റ് ലെവൽസ് that should be made by dash. ആരായിരിക്കും അഡ്മിനിസ്ട്രേഷൻ റൗണ്ട്? ഒരു ബോക്സിലായിട്ട് തന്നെ എനിക്ക് കൊടുത്തിട്ടുണ്ട്. ആരാണ് ചെയ്യേണ്ടത്? അഡ്മിനിസ്ട്രേറ്റർമാരാണ് ചെയ്യേണ്ടത് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ടൂർസ് ക്യാൻ ബി കണ്ടക്ടഡ് ബൈ ഡാഷ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് വാരിയസ് ഓർഗനൈസേഷൻ, റിലീജിയസ് ലീഡേഴ്സ്. ഓൾ ആണ് ആൻസർ വരിക അല്ലെ. എല്ലാവർക്കും, കാര്യം അവിടെ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ ടൂർ ആർക്ക് വേണമെങ്കിലും കണ്ടക്ട് ചെയ്യാം, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലെ. ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റിക്ക് ആർക്ക് വേണമെങ്കിലും അത് കണ്ടക്ട് ചെയ്യാം കേട്ടോ. അടുത്തത്. ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പീക്കിംഗ് ടു അതർ സർവീസ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഹെൽത്ത് കെയർ മാറ്റേഴ്സ്. ആരായിരിക്കും? സിഇഒ. നമ്മൾ അവിടെ സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിഇഒ എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് പബ്ലിക് റിലേഷൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി. ആ ചാപ്റ്ററിൽ നമ്മൾ കുറെ ബോക്സ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു പബ്ലിക് റിലേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നുണ്ട്. നമ്മളത് പറഞ്ഞിരുന്നു, സർവേ, ചെക്ക് ലിസ്റ്റ്, പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടേൺ ഓവർ ഓഫ് ഹെൽത്ത് സ്റ്റാഫ് അതിനകത്ത് വരുന്നുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ഓൾ. ആൻസർ ഓൾ ആണ് കേട്ടോ. പറഞ്ഞതെല്ലാം തന്നെ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാഷ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് വേസ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ത്രൂ ക്വസ്റ്റിനെയർ. ക്വസ്റ്റിനെയറിലൂടെ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് എന്താ പറയാ? സർവേ ആണ് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ് കേട്ടോ. ഓക്കെ,
അതുപോലെ തന്നെ നോക്കൂ കേട്ടോ, ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് ഓരോന്നിനും എഫക്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, മോർ ദ ടേൺ ഓവർ ആണെങ്കിൽ ലെസർ വിൽ ബി ദ പബ്ലിക് റിലേഷൻ, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിന് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ഈസ് ലെസ് ഡാഷ് ഇസ് ദ പബ്ലിക് റിലേഷൻ. എന്താണ് അതിന്റെ അർത്ഥം? അതായത് കംപ്ലൈന്റ്സ് കുറവാണെങ്കിൽ ഡാഷ് ഇസ് ദ പബ്ലിക് റിലേഷൻ എന്തായിരിക്കും? ബെറ്റർ അല്ലെ? അതെ, ബെറ്റർ ആയിരിക്കും കേട്ടോ. മോർ വിൽ ബി ദ പബ്ലിക് റിലേഷൻ. അതുപോലെ തന്നെ ഡാഷ് സ്റ്റാഫ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താണ്? അതൊക്കെ കറക്റ്റ് ബോക്സിൽ നിന്ന് എടുത്ത ചോദ്യം. മിനിമൽ ടേൺ ഓവർ കുറയണം അല്ലെ? ടേൺ ഓവർ കുറഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഓർഗനൈസേഷന്റെ പബ്ലിക് റിലേഷൻ നല്ലതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ലാമയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പലതിലായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ, ഡാമയാണെങ്കിൽ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. പിന്നെ എന്താ പറയാ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടീസ്, അവരുടെ ക്വാളിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ക്വാളിറ്റികളൊക്കെ കുറെ നമ്പർ ഇട്ട് നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക പഠിക്കുന്ന സമയത്ത്. അതുപോലെ സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ ദ എസെൻഷ്യൽ ടാലന്റ്സ് ഓഫ് PRO as a ഡാഷ്. എന്താണ്? കമ്മ്യൂണിക്കേറ്റർ. നമ്മളതിൽ ഒരു PROന്റെ 4 കഴിവുകളെ പറ്റിയിട്ട് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ? അതായത് അഡ്വക്കേറ്റ്, റോൾ ഓഫ് PR ഓഫീസർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം പഠിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാൻസ്ട്രോ. അപ്പൊ അതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് തന്നെയുള്ള നിങ്ങളിപ്പോ നോട്ട്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഓരോ സെന്റൻസുകളും ശ്രദ്ധിച്ച് ഒന്ന് വായിച്ചു പോവാ കേട്ടോ. ചിലപ്പോ അതിൽ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ എസെൻഷ്യൽ ടാലന്റ്സ് ഓഫ് PRO as a ഡാഷ് കമ്മ്യൂണിക്കേറ്റർ കേട്ടോ. കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രീതിയിൽ. അടുത്തത് as a ഡാഷ് his or her job to put a face on news and information that could embarrass or defame the company reputation. ഏത് റോളിലാണ് ആ ഒരു ഇത് വരുന്നത്? പ്രോബ്ലം സോൾവർ ഇല്ലെ? പ്രോബ്ലം സോൾവർ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ന്യൂസിലും എന്തിലൊക്കെ ആ ഒരു ഓർഗനൈസേഷന്റെ ഫേസ്, അതിന്റെ ഇമേജ് പുട്ടപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് റോളിലാണ് കൈകാര്യം ചെയ്യുന്നത്? പ്രോബ്ലം സോൾവർ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഡാഷ് ഹാവ് ടു ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് റിലവന്റ് ടു ദ ഓഡിയൻസ്. എന്തായിരിക്കണം? ഡാഷ് ഹാവ് ടു ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് റിലവന്റ് ടു ദ ഓഡിയൻസ്. കമ്മ്യൂണിക്കേഷൻസ് അല്ലെ? കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും ആധികരിച്ചാവാൻ പാടും ഇല്ല, വളരെ ബ്രീഫ് ആയിരിക്കണം അല്ലെ? ഡാഷ് മസ്റ്റ് നോ ദ ലോക്കൽ പ്രസ് വെൽ. അതായത് ആർക്കാണ് ലോക്കൽ പ്രസിനെ കുറിച്ച്, പ്രാദേശികമായിട്ടുള്ള മാധ്യമങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ അറിവുള്ളവർ ആരായിരിക്കും? PRO ഒക്കെ ആയിരിക്കും അല്ലെ? പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സിനായിരിക്കും കേട്ടോ. ഓക്കെ, അതുപോലെ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ ഡാഷ് ഓഫ് ദ പേഷ്യന്റ് സൈൻഡ് കൺസെന്റ് ആണ് കേട്ടോ. അവരുടെ സമ്മതം ഇല്ലാതെ അല്ലെ, അവരുടെ സിഗ്നേച്ചർ, അവരുടെ ഒരു സമ്മതം ഇല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അവരുടെ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ നോക്കുക കേട്ടോ. പിന്നെ ഇത് തന്നെയാണ് PROന്റെ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നോക്കൂ, against when an inpatient express the desires to leave against advice of a physician is called a dash. എന്താണ് നമ്മൾ എന്താ പറയാ? ലാമ അല്ലെ? ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ മനസ്സിലായാലും എഡ്വേർഡ് ബെർണേഴ്സിനെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ, ആ ഡെഫിനിഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പുറമെ നിങ്ങൾ എന്തുകൂടെ ചെയ്യണം? മോക്ക് ടെസ്റ്റുകളും കൂടെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഒരു കാരണവശാലും മോക്ക് ടെസ്റ്റ് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. അത് പഠിക്കണം കേട്ടോ, നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞ പിന്നത്തെ ചാപ്റ്റർ എത്തിക്കൽ ആൻഡ് ലീഗൽ. ഞാൻ കുറച്ച് സ്പീഡിലാണ് കേട്ടോ പോകുന്നത്, കാരണം ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് അല്ലെ? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് എത്തിക്സ് എന്താണ്, ലോ എന്താണ് അല്ലെ? എത്തിക്സിനെ പറ്റിയിട്ട് പറയുന്നതിന്റെ തുടക്കം. ലോക്ക് 3 ഡെഫിനിഷൻസ് നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ലോകളുടെ വർഷം കേട്ടോ. വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1-2 ഓടിച്ചതും പറയാം, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. ഡാഷ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. ധാർമ്മിക തത്വശാസ്ത്രം എന്നറിയപ്പെടുന്ന എന്താ? എത്തിക്സ് ആണ് അല്ലെ? എത്തിക്സ് ആണ്. അടുത്തത് ഡാഷ് മെൻഷൻസ് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻസ്.
എന്താണ് കോഡ് ഓഫ് കണ്ടക്ട്. ഈ കോഡ് ഓഫ് കണ്ടക്ടിന് തന്നെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ലോ. കാര്യം ലോക്ക് നമ്മൾ 3 ഡെഫിനേഷൻസ് അതിനകത്ത് പറയുന്നത്. അതായത് ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. 3 ഡെഫിനേഷൻസ് ഉണ്ട്, അതിലേത് വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം. അടുത്ത ചോദ്യം ഇതാണ്, who is liable to have a clear understanding of ethical and legal responsibilities in a healthcare facility? ആരാണ് ഏറ്റവും ലയബിൾ ആയിട്ടുള്ള വ്യക്തി? ആരാണ്? ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി പറ്റിയിട്ട് അറിയേണ്ടത്, ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടായിരിക്കേണ്ടത് ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ് കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് അധികവും ലോകളുടെ വർഷങ്ങളാണ് കേട്ടോ. വർഷങ്ങൾ കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാനന്ന് കുറച്ചൊരു ചെറിയൊരു ഇതുപോലെ പറഞ്ഞു തന്നിരുന്നു, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കാൻ നോക്കുക കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, അതുപോലെ തന്നെ വിച്ച് ആക്ട് തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. വിച്ച് ആക്ട് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇസ് ഗ്രേറ്റർ ദാൻ 50. കണ്ടോ, എംപ്ലോയീസിന്റെ എണ്ണം വെച്ചിട്ട് പറയുന്ന കുറെ ലോകളിൽ പറഞ്ഞിരുന്നു. ഇതാണ് കേട്ടോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ആണ്. പിന്നെ അതിന് വീണ്ടും വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആക്ട് സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 കേട്ടോ. മിനിമം വേജസ് ആക്ട് ഒക്കെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്, 1948. അതുപോലെ തന്നെ ഡാഷ് ആക്ട് ക്യാൻ ബി അപ്ലൈഡ് വെറുതെ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇസ് ഗ്രേറ്റർ ദാൻ 40 എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 കേട്ടോ. അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ അതിൽ വന്നിട്ടുണ്ട്. വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഡാഷ് ഡേയ്സ് ഓഫ് ദ മന്ത്. എപ്പോഴാണ്? ഒരു മാസത്തിൽ എത്ര ദിവസത്തിനുള്ളിലാണ് നമ്മൾ വേജസ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത് കേട്ടോ. മാസത്തിലെ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ വേജസ് കൊടുത്തിരിക്കണം. പിന്നെ ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് PCPNDT ആക്ടിന്റെ വർഷം 20th September 1994, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 കേട്ടോ. നേരിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആക്ട് കൺട്രോൾസ് ദ വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓണഡ് ബൈ ദ ചാരിറ്റബിൾ ട്രസ്റ്റ്? അതിൽ നിന്ന് എടുത്ത് ആ സെന്റൻസിന് എടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. അതുപോലെ തന്നെ എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ് ഈസ് കോൾഡ് കൺസ്യൂമർ. ഓക്കെ, വിച്ച് ആക്ട് ഫോർമുലേറ്റഡ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്? ഡയറക്റ്റ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നഴ്സസ് നമുക്ക് കണ്ട കാരണമുണ്ട്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് ആണ് 1947 ആണ്. പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ് 2012. ഡയറക്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ പഠിക്കുന്ന സമയത്ത് എത്തിക്സ് എന്താണ്, ലോയുടെ 3 ഡെഫിനിഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ലോകളുടെ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മൾ ചില മെഡിക്കോ ലീഗൽ കേസുകളെ പറ്റിയിട്ട് അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ മെഡിക്കോ ലീഗൽ കേസിൽ ഉൾപ്പെടുന്നത് ഏതാണ്? നമ്മൾ അതിന്റെ പാമ്പ് കടിയെ പറ്റിയും ഒക്കെ പറഞ്ഞിരുന്നു. ആക്സിഡന്റ് അല്ലെ, കൊലപാതകങ്ങള്, സൂയിസൈഡ്, അങ്ങനെയൊക്കെ കുറെ പോയിന്റുകൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ലോകളുടെ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ PCPNDT ആക്ട് അങ്ങനത്തെ ആക്ടുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് മെഡിക്കൽ റെക്കോർഡാണ്. വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. 1-2 ജസ്റ്റ് വായിക്കാം. മെഡിക്കൽ റെക്കോർഡ്സ് ആർ ഡാഷ് റെക്കോർഡ്. എന്ത് റെക്കോർഡാണ്? ലീഗൽ റെക്കോർഡ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ, ലീഗൽ റെക്കോർഡാണ്. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ഫേവർ ഓഫ് ഡാഷ് പേഷ്യന്റ്, കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ. ഒക്കെ നേരിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ. അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണത്. നോക്കൂ, എ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് എ ഫിസിഷ്യൻ അസസ്മെന്റ് കംപ്ലീറ്റഡ് വിത്തിൻ ദ ഡാഷ് അവേഴ്സ് ഓഫ് അഡ്മിഷൻ ടു ഇൻപേഷ്യന്റ് സർവീസസ് 24 hours അല്ലെ. അത് നമ്മൾ തുടക്കം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, മെഡിക്കൽ റെക്കോർഡ് രജിസ്ട്രേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ അതിന്റെ തുടക്കം നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. In numbering system, dash numbers are normally used for the outpatient and the inpatient system. 6-digit numbers. Patient records, they are question important. Patient records that must not have kept incomplete for more than dash days. 30 days. 30 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ചെയ്തിരിക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ some percentage of files or records do not find in a specific place where they are assumed to be is called dash missing records എന്നാണ് പറയുക അല്ലെ.
ഓക്കെ, സിമ്പിൾ ആണ് കേട്ടോ. അതുപോലെ ഓരോ റിപ്പോർട്ടുകളും ഏത് നമ്മൾ അതിനകത്ത് മെഡിക്കൽ റെക്കോർഡിന് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടും അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ എന്ന് പറഞ്ഞിട്ട് 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. ക്ലിനിക്കൽ ഡാറ്റയ്ക്ക് അകത്തൊരു 10-22 നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സ്റേ റിപ്പോർട്ട്, അൾട്രാസോണോഗ്രഫി, റേഡിയോ ആക്റ്റീവ് സ്കാനിംഗ് റിപ്പോർട്ട്, തെർമോഗ്രഫി ആൻഡ് സീറോഗ്രഫി ആർ ദ എക്സാമ്പിൾസ് ഫോർ ദ ഡാഷ് റിപ്പോർട്ട്. ഏത് റിപ്പോർട്ടാണ്? റേഡിയോളജി റിപ്പോർട്ടാണ് അല്ലെ. ഓപ്ഷനിൽ ചിലപ്പോൾ പാത്തോളജി കാണും, കൺസൾട്ടേഷൻ റിപ്പോർട്ടാണെന്നൊക്കെ കാണും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ നോക്കിയ ഡാഷ് റിപ്പോർട്ട്സ് ഇൻക്ലൂഡഡ് മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടിഷ്യൂസ് expelled removed from patient during the time of surgery or a specialized procedure like biopsy called pathology reports. Okay. അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറിയെ പറ്റിയിട്ട് കേട്ടോ. ഡാഷ് ഈസ് റിട്ടേൺ അറ്റ് ദ ടെർമിനേഷൻ ഓഫ് ഹോസ്പിറ്റലൈസേഷൻ ബ്രീഫ്ലി സമ്മറൈസിംഗ്. അത് ഫുള്ള് വായിക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ നമുക്ക് കിട്ടും. ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ് എന്താണത്? ഡിസ്ചാർജ് സമ്മറിയാണ് കേട്ടോ. Okay, dash should be confidentially guaranteed, presently authenticated, legible and completed. ഇതിനെ പറ്റിയാ പറയുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഓക്കെ, മെഡിക്കോ ലീഗൽ രജിസ്റ്റർ. Okay, that retained in accident and emergency department under the control of dash ചീഫ് മെഡിക്കൽ ഓഫീസർ. അതായത് നമ്മൾ അതിൽ കുറെ കോപ്പികളുടെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്. റെഫറൽ ലെറ്റർ 3 കോപ്പി വേണം, അതിൽ 1 കോപ്പി പേഷ്യന്റ് സൂക്ഷിക്കണം, 6 കോപ്പി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കണം, റെഫർ ചെയ്യുന്ന സ്ഥലത്ത്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങൾ അതിൽ പറയുന്നുണ്ട് തുടക്കം തന്നെ കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോമുകളെ പറ്റി അതിനകത്ത് പറഞ്ഞത്. ഒരു ഫോം ഈ പറയുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് സൂക്ഷിക്കേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു ഫോം ഫാർമസിയിലേക്ക് കൊടുക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം കേട്ടോ. പഠിക്കല്ല, അത് പഠിക്കണ്ട, മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതൊക്കെ മനസ്സിലാക്കി വെക്കാം. പിന്നെ വരുന്നത് എന്താണ്? ഡാഷ് ഹാസ് ടു ബി affixed on each registered case to make sure that the care has been registered. മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ all medico legal cases which are registered in the hospital that should be intimated to the police through the dash to make sure that the medico legal cases records are complete. എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ സാന്നിധ്യത്തിലാണെങ്കിൽ അദ്ദേഹം വഴിയായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത കേസുകൾ പോലീസിനെ അറിയിക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സ്പീഡപ്പ് ആണെന്ന് വിചാരിക്കരുത്. ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ സ്ലോങ്ങിൽ പോകാനുള്ള ടൈമില്ല, ഇന്നൊരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ ഡാഷ് ഈസ് ലയബിൾ ഫോർ ഗിവിംഗ് ആൻഡ് authenticating information, all diagnosis and procedures. Who is liable for giving authentication information or diagnosis and procedures? Physician ആണ് കേട്ടോ, ഡോക്ടർ ആണ്. അതുപോലെ the written or oral orders constitute the attending physician's direction to nursing and auxiliary services is called dash. Physician orders അതൊക്കെ ക്ലിനിക്കൽ ഡാറ്റയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രോഗ്രസ് നോട്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. Which record is related to the cause of the patient illness, response to treatment and status of discharge. ഇത്തരം പ്രോഗ്രസ് നോട്ട്സ് ആണ് കേട്ടോ. TPR ചാർട്ട്, T for temperature, P for pulse and R for respiration കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കുക. Which record provides the documentation of medicines given orally, topically by the inhalation and infusion? ഏതാണ്? മെഡിക്കേഷൻ ഷീറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ്, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലം ഓറിയന്റഡ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്, അതൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. പ്രോബ്ലത്തിനെ ബേസ് ചെയ്തത് POMR, ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്ത്, സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ SOMR, അതൊക്കെ നോക്കുക. അതുപോലെ അതിന്റെ ലാസ്റ്റ് നമ്മൾ സോപ്പിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. The return of progress notes in the POMR format is often referred to as dash. അതാണ് സോപ്പിംഗ് ആണ് കേട്ടോ. അടുത്തത് any patient who wants to make a statement before his death, such a statement should be recorded in the patient's file in the presence of dash. ആരുടെ സാന്നിധ്യത്തിലാണ്? മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തില് അല്ലെ. മജിസ്ട്രേറ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ 3 പേരുടെ സാന്നിധ്യം അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഫുൾ ഫോമുകൾ SOMR സ്റ്റാൻഡ്സ് ഫോർ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, POMR സ്റ്റാൻഡ്സ് ഫോർ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്
തുടക്ക ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. തുടക്ക ഭാഗങ്ങൾ ക്ലിനിക്കൽ ഡാറ്റയൊക്കെ പഠിക്കുമ്പോൾ ഓരോ ഡാറ്റയും അത് ഓരോ വരികൾ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അയ്യോ അതാണോ ഇതാണോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് തോന്നുമല്ലോ. അങ്ങനെ വരാതെ നോക്കുക കേട്ടോ. അപ്പൊ ആ രീതിയിൽ പഠിക്കും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ എന്തായിരുന്നു ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH കേട്ടോ. ഓക്കെ, അതാണ് എനിക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ചാപ്റ്റർ ആണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതില് കൂടുതലും ഒരു കാര്യം ഞാൻ പറയാം, ഫുൾ ഫോമുകൾ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ഫോം ഓഫ് NABH എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ACHSI? ACHSI ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ അല്ലെ. ഓക്കെ, അതങ്ങനെയുള്ളത്. JCA എന്താണ്? SHCO എന്താണ്? COP കെയർ ഓഫ് പേഷ്യന്റ്. HIC എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളർ. MOM മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതുപോലെ നോക്കൂ, റിട്ടേൺ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ഡാഷ് അവേഴ്സ് വിത്ത് സിമിലർ ഫെസിലിറ്റി 70 hours. ഓക്കെ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേര്, ഒരു 32 ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ക്വാളിറ്റി അഷുറൻസിലും പഠിച്ചിട്ടുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റിന്റെ അകത്തും പഠിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഫുൾ ഫോം ഓഫ് LOS ലെങ്ത് ഓഫ് സ്റ്റേ. അപ്പൊ ഫുൾ ഫോമുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതൊന്നും സ്കിപ്പ് ചെയ്യണ്ട, പഠിച്ചോളാം. പിന്നെന്താന്ന് വെച്ചാൽ വാട്ട് ഈസ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH? എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെ. അതുപോലെ ഡാഷ് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സെന്റർഡ് ഓൺ പ്രൊവൈഡിങ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. കറക്റ്റ് സെന്റൻസ് ആണ്, ആ നോട്ടിൽ കിടക്കുന്നതാണ് കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് ആണ്. ആ സമയത്ത് ഡൗട്ട് വരരുത്, ക്വാളിറ്റി അഷുറൻസ് ആണ്, ക്വാളിറ്റി കൺട്രോൾ ആണോ, ക്വാളിറ്റി മാനേജ്മെന്റ് ആണോ, എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ക്വാളിറ്റി അഷുറൻസ്. ഓക്കെ, അടുത്തത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഈസ് ആൻ ഓൺഗോയിങ് റെസ്പോൺസ് ടു ക്വാളിറ്റി ഇവാലുവേഷൻ ഡാറ്റ അബൌട്ട് എ സർവീസ് ഇൻ വേസ് ദാറ്റ് എൻഹാൻസ് ദ പ്രോസസ് ബൈ വിച്ച് സർവീസസ് ആർ ഗിവൻ ടു കൺസ്യൂമേഴ്സ് ഓർ പേഷ്യൻസ്. ആർക്ക് കൊടുക്കുന്ന സേവനങ്ങളാണ് നമ്മൾ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത്? കൺസ്യൂമേഴ്സ് ഓർ പേഷ്യൻസ്. കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റലിന്റെ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ. TQM ഫുൾ ഫോം എന്താ? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, അടുത്തത് ഇനി നോക്കുക കേട്ടോ. എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ? അതൊക്കെ അതിനകത്ത് പറയുന്നതാണ്. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇസ് എ പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് കണ്ടന്റ് and enhancing quality standards across the hospitals of our country. Look, the public recognition for a hospital to be accredited is dash. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? accreditation എന്ന് പറയുന്നത് കേട്ടോ. Public recognition for a hospital to be accredited is dash. എന്താണ് ഉത്തരം? accreditation. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ ഫുൾ ഫോമുകളൊക്കെ നല്ലപോലെ പഠിച്ചിരിക്കുക കേട്ടോ. അതുപോലെ ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. വലിയ തലവേദന പിടിച്ച ചോദ്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഫുൾ ഫോമുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വാളിറ്റി അഷുറൻസ് എന്താണ്? TQM എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്? അക്രഡിറ്റേഷൻ എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന് പറയുന്ന മറ്റു പേരുകളാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ചെറിയൊരു ചാപ്റ്റർ ആണല്ലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്റ്റർ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ, ദ വേർഡ് അഡ്മിനിസ്റ്റർ കംസ് ഫ്രം ദ ഡാഷ് വേർഡ് ആഡ് അഡ്മിനിസ്ട്രേറ്റ്. ഏതാണ്? ലാറ്റിൻ ആണോ, ഫ്രഞ്ച് ആണോ, ഇംഗ്ലീഷ് ആണോ? എന്താണ്? ലാറ്റിൻ വേർഡ് ആണ് അല്ലെ. ഓക്കെ, the duties of the administrator differ with the dash of the hospital. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് നമ്മൾ പറയുന്നത്, ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസിനും കോംപ്ലക്സിറ്റിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ തന്നെ ഒരു 7 എലമെന്റ്സ് പഠിച്ചത് ഓർമ്മയുണ്ട്. പോസ്റ്റ് കോർപ്പ് എന്ന് പറഞ്ഞിട്ട്, P ഫോർ പ്ലാനിങ് പഠിച്ചില്ല, O ഫോർ ഓർഗനൈസിങ്, S ഫോർ സ്റ്റാഫിങ്, അങ്ങനെ CO ഫോർ എന്താണ് കോർഡിനേറ്റിംഗ്, R ഫോർ റിപ്പോർട്ടിംഗ്, D ഫോർ ഡയറക്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസ്റ്റ് കോർപ്പ് അത് നല്ലപോലെ പഠിക്കാം കേട്ടോ. അതിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ദ ഡിസൈർഡ് റിസൾട്ട്. പ്ലാനിങ് അല്ലെ, പഠിച്ചല്ലേ? പ്ലാനിങ് ആണ്. ഡാഷ് ഈസ് ദ എസെൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം.
ഏതാണ്? റിപ്പോർട്ടാണ് അല്ലെ, റിപ്പോർട്ട്. അതുപോലെ തന്നെ സ്പെൻഡിങ് പ്ലാൻ ഈസ് കോൾഡ് ഡാഷ്, ബഡ്ജറ്റ്. സ്പെൻഡിങ് പ്ലാൻ എന്താ പറയാ, പ്ലാനിന് നമ്മൾ ബഡ്ജറ്റ് എന്നാണ് പറയാ. പ്രോസസ്സിന് ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനിന് ബഡ്ജറ്റ് എന്നാണ് പറയുക കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ, ചോദ്യം ശ്രദ്ധിക്കുക, ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി എന്ന് പറയുമ്പോൾ ഉത്തരം ബഡ്ജറ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഡയറക്ടിങ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ ഡാഷ്, മാനേജ്മെന്റ് പ്രോസസ്. തിരിച്ചും ചോദിക്കാം, ഡാഷ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. ഫസ്റ്റ് കോർബിൽ ഏതാണത്? ഡയറക്ടിങ് ആണ് അല്ലെ, ഹാർട്ട് എന്നറിയപ്പെടുന്നത്. മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹാർട്ട് എന്നറിയപ്പെടുന്നത് ഡയറക്ടിങ് ആണ് കേട്ടോ. ഫസ്റ്റ് കോർബ് എടുത്ത് ചോദിച്ചിട്ട് ഡി എന്താണ്? ഡി സ്റ്റാൻഡ്സ് ഫോർ, അല്ലെങ്കിൽ ഓ സ്റ്റാൻഡ്സ് ഫോർ, എസ് സ്റ്റാൻഡ്സ് ഫോർ, അങ്ങനെയൊക്കെ എടുത്ത് ചോദിച്ചാല് കിട്ടണം കേട്ടോ. ഓക്കെ, പിന്നെ ഓക്കെ, administrator at smaller facilities may supervise dash. Okay, expand CEO, chief executive officer, COO. കാര്യം നമ്മൾ അതിനകത്ത് ഒരു പോയിന്റ് പഠിക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എത്തിപ്പെടാവുന്ന അല്ലെ, അവരുടെ സ്കില്ലിനും നോളജിനും അനുസരിച്ച് അവർക്ക് എന്താ പറയുക, എത്തിപ്പെടാവുന്ന ചില പൊസിഷനെയും പറ്റിയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. CEO, CFO. അപ്പൊ അതിൽ നിന്നൊക്കെ ഫുൾ ഫോം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, COO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, CFO, ചീഫ് ഫിനാൻസ് ഓഫീസർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷനെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് പോയിന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻസ്, carry out on the managerial decision in hospital, act as an official representative of hospital. D, all of the above. കറക്റ്റ് ആയിട്ടാണ് all of the above ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റർ, ഇഫക്റ്റീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ഈ സവിശേഷതയിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. Coordinating, allocating a firm's resources in order to execute its plan is called dash. ഇതാണ് ഓർഗനൈസ്. പ്ലാൻ ചെയ്തു, ഈ പ്ലാൻ പ്രകാരമുള്ള കാര്യങ്ങളെ അലോക്കേറ്റ് ചെയ്ത് അതിന് ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ, ഓർഗനൈസ്. വെരി കറക്റ്റ് ആണ് കേട്ടോ. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ വിത്ത് അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷൻ, ഇത് കറക്റ്റ് സെന്റൻസ് ആണ്, സ്റ്റാഫിംഗ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയാസ് ക്യാൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ഔട്ട്സൈഡ് ഓഫ് ദ ഹോസ്പിറ്റൽ? ഹോസ്പിറ്റലിന് പുറമെ, അവിടെ കുറച്ച് പോയിന്റ് നമ്മൾ പറഞ്ഞു, ഹോസ്പിറ്റലിന് പുറമെ ചില ഫീൽഡുകളിലും അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോയിന്റ് പറഞ്ഞത്. റീഹാബിലിറ്റേഷൻ സെന്റർ, ഔട്ട് പേഷ്യന്റ് സെന്റേഴ്സ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് പോയിന്റുകൾ. അതിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓപ്ഷൻ എ, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്, ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്, ഓൾ ഓഫ് ദി എബവ്. ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ് കേട്ടോ. അതുപോലെ ലാസ്റ്റ് നമ്മളൊരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഹൂ പ്രിപ്പയർസ് ബിൽസ് ആൻഡ് ഇൻവോയ്സസ്? ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് അതിന് വന്നിട്ടുള്ളത് കേട്ടോ. ക്ലിയർ? പിന്നെ നമ്മൾ പഠിച്ചത് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റി അതും ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു അല്ലെ. മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോൾ നോക്കൂട്ടോ, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഡാഷ് മീറ്റ്സ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്റ്റഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ്. സിമ്പിൾ ആൻസർ ആണ്. എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അല്ലെ. ദ പേഴ്സൺ ഓർ ബിസിനസ്, അതിൽ നമ്മൾ ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ്, ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ദ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് if the loss occurs is known as dash. Insured അല്ലെ, ഇൻഷുർഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ക്ലെയിംസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ അഗെയിൻസ്റ്റ് അനദർ പേഴ്സൺസ് കമ്പനി ഈസ് ടേംഡ് ആസ് തേർഡ് പാർട്ടി ക്ലെയിം കേട്ടോ. ഓക്കെ, പിന്നെ എക്സ്പാൻഡഡ് ഫോം ഓഫ് IRDA. IRDAയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ കേട്ടോ. ESI എന്താണ്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കേട്ടോ. ഓക്കെ, പിന്നെ നോക്കൂ, in order to avail maternity benefits, the woman had to work for dash days. അതൊക്കെ അതിനകത്ത് നേരിട്ട് വരുന്നതാ, 70 days ആണ് കേട്ടോ. പിന്നെ ഡാഷ് ഇൻഷുറൻസ് ഈസ് അവൈലബിൾ ഫോർ ദ വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഇൻ ഡിഫറെന്റ് ഫാക്ടറീസ് ഇൻ ഇന്ത്യ. എവിടെയാണ്? ഏത് ഇൻഷുറൻസ് ആണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കേട്ടോ.
അതുപോലെ നോക്കൂ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ as per ESI Act 1948 is dash 3.25%. നമ്മൾ അത് വെച്ച് ചെറിയ കാൽക്കുലേഷൻ ഒക്കെ ചെയ്തു. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അതൊക്കെ പെർസെന്റേജ് നോക്കണം കേട്ടോ, നോക്കി വെക്കണം. ചോദ്യം ശ്രദ്ധിക്കണം. ടോട്ടൽ ആണോ ചോദിച്ചത്, എംപ്ലോയിയുടെ മാത്രമാണോ ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ വല്ല പ്രോബ്ലം ആയിരിക്കും തരുന്നത്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ ഈ പെർസെന്റേജ് നമ്മൾക്ക് അറിയണം, എന്നാൽ മാത്രം അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുപോലെ PPF എന്താണ്, PPF എന്ന് വെച്ചാൽ എന്താണ്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം പ്രൊവൈഡ്സ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ടു ഡാഷ്. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്, പെൻഷനേഴ്സിന്. ഓക്കെ. അതുപോലെ തന്നെ ഈ പെൻഷനർ ഈസ് എ ഡാഷ് കാർഡ് ഹോൾഡർ ഇൻ CGHS. ഗ്രീൻ കളറാണ് കാർഡ്. ഓരോരുത്തർക്കും ഓരോ കാർഡ് ഹോൾഡർക്ക് ഓരോ കളർ കോഡ് നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഗ്രീൻ ആണ് അവിടെ വരുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ESIC ഫുൾ ഫോം ഓഫ് INR, ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ. RSBY എന്നാണ് came into existence on 2008 April 1st കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ഡയറക്റ്റ് ഉള്ളതാണ്, ഇതില് നോട്ടിനകത്ത് ഉള്ളതാണ് കേട്ടോ. TPS ഫംഗ്ഷൻ ആസ് എൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ഡാഷ് ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഇൻഷുറർ കേട്ടോ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. അടുത്തതാണ് പിന്നെ okay, the employee who is getting daily wages of less than of dash shall be excluded from the payment of contribution. 176 അല്ലെ, അതായത് ദിവസവേതനം 176 കുറഞ്ഞ വേതനമുള്ളവരെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ESI ആക്ടിൽ ഒഴിവാക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം CGHS സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ ഡാഷ് 1954 കേട്ടോ, 1954. RSBY എന്താണ് അതിന്റെ അബ്രീവിയേറ്റഡ്, RSBYയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന കേട്ടോ. RSBY ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേട്ടോ. അതുപോലെ തന്നെ RSBY ഇസ് എ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഫോർ ഡാഷ്. ആർക്കുള്ളതാണ്, ബിലോ പോവർട്ടി ലൈൻ അല്ലെ, BPL വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കാണ് കേട്ടോ. CGHSന്റെ കാർഡിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആർക്കൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ മീഡിയ അസിസ്റ്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. TPA എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ, ഓപ്പറേറ്റിംഗ് ഇന്ത്യ. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് അതിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു വെക്കുക. ESI ആക്ട് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിന്റെ ആ ഒരു പെർസെന്റേജും കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ പറ്റിയിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. കാര്യം ഓരോ എക്യുപ്മെന്റുകൾ നോക്കുക, ഓരോ എക്യുപ്മെന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ ഡിസ്കസ് ചെയ്ത് അധികം സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് ഓരോന്നും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. EEG എന്താണ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അതുപോലെ any equipment is that equipment that is used to measure the electrical activity in the brain. Electrical activity in the brain ആണെങ്കിൽ EEG, electrical activity of heart ആണെങ്കിൽ ECG. അങ്ങനെയൊക്കെ ഉള്ളതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. വിച്ച് ആർ മെയിൻലി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് cystic fibrosis, asthma, COPD and other respiratory disorders. Nebulizer. അതുപോലെ തന്നെ എക്സ്പാൻഡ് COPD, അത് ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ നമ്മൾ പഠിച്ചതാണ് മൊഡ്യൂളില്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് കേട്ടോ. അനദർ നെയിം ഓഫ് ഫണ്ടോസ്കോപ്പി, ഓർമ്മയില്ല? ഫണ്ടോസ്കോപ്പി കണ്ണിന്റെ പിൻഭാഗം വരെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പഠിച്ച സംഭവം. അതല്ലേ ഒഫ്താൽമോസ്കോപ്പ് കേട്ടോ, ഒഫ്താൽമോസ്കോപ്പ്. പിന്നെ എന്താണ് വിച്ച് എക്യുപ്മെന്റ് ഇസ് എ പോർട്ടബിൾ ഡിവൈസ് വിച്ച് ഓപ്പറേറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബാറ്ററി. ഹോൾട്ടർ മോണിറ്റർ കേട്ടോ, ഹാർട്ടിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ് കേട്ടോ ഹോൾട്ടർ മോണിറ്റർ. അപ്പൊ അതിന് ഓരോ സെന്റൻസുകളും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. PFT എന്താണ്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. MRI സ്റ്റാൻഡ്സ് ഫോർ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. പിന്നെ dash is an instrument for elderly and disabled elderly people require extra support to maintain balance or stability while they walk.
ഓക്കെ, അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. കാര്യം ഓരോ എക്യുപ്മെന്റ് കൃത്യമായിട്ട് എല്ലാ എക്യുപ്മെന്റും പരസ്പരം വ്യത്യാസമുണ്ട്. എല്ലാം ഒരുപോലെ ഇരിക്കുന്നതൊക്കെ വളരെ കുറവാണ് അതിനകത്ത്. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ECG, ഹോൾട്ടർ മോണിറ്റർ, പിന്നെ ലാസ്റ്റ് ഒരു കാർഡിയാക് മോണിറ്ററും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് മൂന്നും എന്താണ് ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒന്ന്, അതുപോലെ ഇൻഫ്യൂഷൻ പമ്പ്, സിറിഞ്ച് പമ്പ്, അതൊക്കെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ലഭിക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, ആ വരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാം. അതങ്ങനെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പഠിച്ചത് മറ്റേ ഇതാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ്. അതിനകത്ത് ഒരു കാര്യം സ്കിപ്പ് ചെയ്യരുത്, കളർ കോഡ്. കളർ കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കളർ കോഡ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നോക്കൂ, ഡാഷ് ആർ ദ ഗ്യാസസ് അഡ്മിനിസ്റ്റർഡ് ടു പേഷ്യൻസ്. സിമ്പിൾ, മെഡിക്കൽ ഗ്യാസസ് ആണ് അല്ലെ. അവിടെയും COPDയുടെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ഡാഷ് ഈസ് ദ കളർ കോഡ് ഓഫ് ആൻ ഓക്സിജൻ സിലിണ്ടർ. ബ്ലാക്ക് ബോഡി വിത്ത് വൈറ്റ് ബാക്ക് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമ്മൾ പഠിച്ചത്. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഹേലേഷൻ തെറാപ്പി? ഏതാണ്? ഓക്സിജൻ. അതുപോലെ തന്നെ ചിരിപ്പിക്കുന്ന വാതകം അല്ലെ, ഏതാണത്? നൈട്രസ് ഓക്സൈഡ് അല്ലെ. നോക്ക്, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ലെസ് ഇൻവേസീവ് സർജറീസ് ലൈക്ക് എൻഡോസ്കോപ്പി, ലാപ്രോസ്കോപ്പി എക്സെട്ര. ഡയലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് പഠിച്ചത് ഓർമ്മയില്ല, കാർബൺ ഡയോക്സൈഡ് ആണ് കേട്ടോ. വിച്ച് ഗ്യാസ് ഈസ് നോൺ ആസ് എ ലാഫിംഗ് ഗ്യാസ്? നൈട്രസ് ഓക്സൈഡ്. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി? ഏത് ഉപയോഗിക്കുന്ന? നൈട്രജൻ ഗ്യാസ് ആണ്. അതുപോലെ വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ എൻഡോസ്കോപ്പി? സിമ്പിൾ, എൻഡോസ്കോപ്പ് ആണ്. ഓക്കെ, പിന്നെന്താണ്? വിച്ച് നെറ്റ്വർക്ക് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? നെറ്റ്വർക്ക് എന്നൊക്കെ പറയുമ്പോൾ പൈപ്പിംഗ് സിസ്റ്റം ആണ് അല്ലെ. പൈപ്പ് എല്ലാവരും നെറ്റ്വർക്ക് പോലെ അവിടെ കണക്ട് ചെയ്യുന്നത്. സോ പൈപ്പിംഗ് നെറ്റ്വർക്ക് കേട്ടോ. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സോൺ വാൽവ്? സോൺ വാൽവിന്റെ ഐസോലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം കേട്ടോ. എന്ന ചിത്രം വെച്ച് പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്താൽ മതി. വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ദ പൈപ്സ് ഇൻ എ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം? കോപ്പർ അല്ലേ യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് അയണോ മറ്റുള്ളതൊന്നും അല്ല, അലൂമിനിയം ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. ഡാഷ് സപ്ലൈ വാക്വം ഇൻലെറ്റ്സ് കേട്ടോ, ഇൻലെറ്റ്സ്. അതുപോലെ തന്നെ ഏരിയ അലാറം, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡാഷ് ഇസ് ദ കളർ കോഡ് ഓഫ് ഓക്സിജൻ ഗ്യാസ്? വൈറ്റ് അല്ലെ. അങ്ങനെ ഓർത്താൽ മതി. ഓക്സിജൻ നമ്മൾ ശ്വസനവാതകമാണ്, അത് ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനം ഉള്ളൂ അല്ലെ എന്ന് ഓർത്താൽ മതി. അപ്പൊ വൈറ്റ് ആണ് സമാധാനത്തിന്റെ കളർ. അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. MSDSന്റെ ഫുൾ ഫോം ഓർമ്മയില്ല? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഓക്കെ, പിന്നെ ഡാഷ് ഈസ് എ ഡിവൈസ്. റെഗുലേറ്റർ എന്താണ്? റെഗുലേറ്ററിന്റെ കറക്റ്റ് സെന്റൻസ് ഒക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഡാഷ് ഈസ് എ ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ്സ് ഗ്യാസ് അറ്റ് എ ഹൈ പ്രഷർ ആൻഡ് ലെസൻസ് ഇറ്റ് ടു a much lower working pressure, that is called a regulator. What is the full form of SDS? Safety data sheet. നേരത്തെ MSDS പറഞ്ഞില്ല, അതിനെ ഒന്ന് കുറിച്ചു മാത്രം. Dash is the color code of carbon dioxide. ഗ്രേ ആണ് കേട്ടോ, ഗ്രേ ആണ്. What is the full form of ERP? ERP എന്താണ്? എമർജൻസി റെസ്പോൺസ് പ്ലാൻ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് അതിന് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് ഓവർവ്യൂ പഠിച്ചിരുന്നു. ഓവർവ്യൂ അല്ലെ. ഓവർവ്യൂവിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങള്, ആ മോർട്ടാലിറ്റി റേറ്റ്, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, അതൊക്കെ നോക്കുക. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അതൊന്നും മിസ് ചെയ്യരുത് കേട്ടോ. അതുപോലെ നോക്കിയേ, ഒന്ന് നോക്കുക കേട്ടോ. പ്രിവാലൻസ് ഈസ് എ ഡാഷ് ഓഫ് എ പെർട്ടിക്കുലർ ഡിസീസ് that lets us determine a person's likelihood of having a disease. Prevalence is a measure of a particular disease ആണ് അല്ലെ. മെഷർ ആണ്, അതായത് രോഗത്തിന്റെ അളവിനെയാണ് കാണിക്കുന്നത്. ഹൗ മെനി ടൈപ്സ് ഓഫ് പ്രിവാലൻസ്? എത്ര ടൈപ്പ് ഉണ്ട് ഓർമ്മയില്ലേ? പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്, 3 ടൈപ്പ് അല്ലെ, 3 ടൈപ്പ്. ഓക്കെ, അതുപോലെ ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് ഡാഷ് കെയർ ഓഫ് ഡിസീസ് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് അല്ലെ. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ന്യൂ ഡയഗ്നോസ്ഡ് ആയിട്ടില്ല, ലേറ്റ്ലി എന്ന് വെച്ചാൽ ഏറ്റവും റീസെന്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകൾ, കുറെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, വലിയ കുറെ സെന്റൻസ് ഒക്കെ ആയിട്ട്. ഒരു ഓപ്ഷൻസ് ഞാൻ തരാം. ടു പ്രൊവൈഡ് മെഡിക്കൽ കെയർ, അതൊരു ഒബ്ജക്റ്റീവ് ആണ്, ശരിയാണ്. ടു മാനേജ് ഹെൽത്ത് കെയർ ഫിനാൻസ്, ടു ഇംപ്രൂവ് പേഷ്യന്റ് ഔട്ട്കം ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ, ടു ഓവർസീ ഹെൽത്ത് കെയർ പോളിസി. തെറ്റുണ്ട്. വിച്ച് ആർ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ? ടു പ്രൊവൈഡ് മെഡിക്കൽ കെയർ, ടു മാനേജ് ഹെൽത്ത് കെയർ ഫിനാൻസ്, ടു ഇംപ്രൂവ് പേഷ്യന്റ് ഔട്ട്കം ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ, ടു ഓവർസീ ഹെൽത്ത് കെയർ പോളിസി. ഉത്തരം വന്നേക്കുന്നത് ടു ഓവർസീ ഹെൽത്ത് കെയർ പോളിസി. ഒബ്ജക്റ്റീവും ഫംഗ്ഷൻസും ആയിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. SOPയുടെ ഫുൾ ഫോം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, നമ്മൾ ഫസ്റ്റിനും സെക്കൻഡിലും ഒക്കെ ഓൾറെഡി പഠിച്ചതാണ്.
ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ബേസ്ഡ് ഓൺ ഡാഷ്. ഇൻഫന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ന്യൂ ബോൺസ് ആണ് അല്ലെ, ന്യൂ ബോൺസ് ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലെ. അതിന് അഞ്ചല്ലേ പഠിച്ചത്, 5 or 6 പേരുടെ എന്തോ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു 6 പേര് നമ്മൾ പഠിച്ചില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഡാഷ് പ്ലേ എൻ ഇമ്പോർട്ടന്റ് റോൾ. അതിൽ മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചില്ല. 5 or 6 പേരുടെയാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. ഇങ്ങനെ 6 പേരുടെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആ 6 പേരുടെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഡാഷ് പ്ലേ എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഓവർസീയിങ് 6. ഓക്കെ 6 7 എനിക്കത് ഓർമ്മയില്ല. ഡാഷ് പ്ലേ എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഓവർസീയിങ് ദ ഓൾ ടുഗെദർ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഉത്തരം എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. ഓക്കെ, അത് തന്നെ ചോദ്യം വരുന്ന ഒരുപാട് അതേ ആൻസർ വരുന്ന മറ്റു പല ക്വസ്റ്റ്യൻസ്. ഡാഷ് ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് ദ ലോങ് ടേം സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾ ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഡാഷ് വർക്ക് കീഴിൽ വിത്ത് ഫിനാൻസ് ടീംസ് ടു മോണിറ്റർ. ഒരു കുറെ പോയിന്റ് പഠിച്ചില്ല, ഞാൻ ഒരു 10 പോയിന്റ് പഠിച്ചു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ. അതിൽ നിന്ന് എടുത്തിരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പിന്നെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചോ. ഡാഷ് ഈസ് അക്കൗണ്ടബിൾ for scheduling appointments for the patients and making sure that appointments are actually prioritized. ഉത്തരം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ട്ടാണ്. മെഡിക്കൽ സെക്രട്ടറി വിൽ എക്സിക്യൂട്ട് ഡാഷ് ഡ്യൂട്ടീസ്. എന്ത് ഡ്യൂട്ടീസ് ആണ്? സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് ആണ്. OPD executive stands for outpatient department executive. Okay. Dash often act as the first point of contact for the patient visitors. അതായത് പേഷ്യന്റിന്റെ സന്ദർശനവുമായിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് വരുന്ന ആൾക്കാരാണ്? ക്ലിനിക്കൽ സ്റ്റാഫുകളാണ് കേട്ടോ. ക്ലിനിക്കൽ സ്റ്റാഫുകളാണ്. അതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ക്ലിനിക്കൽ സ്റ്റാഫ് അല്ലല്ലോ വരാം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് വരാം. ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് പേഷ്യന്റ് വിസിറ്റേഴ്സ്. ഇനി നോക്കൂ. ഡാഷ് ഈസ് അക്കൗണ്ടബിൾ ഫോർ മോണിറ്ററിംഗ് പേഷ്യൻസ് പ്രോഗ്രസ്. അത് നോൺ ക്ലിനിക്കൽ ആണ് കേട്ടോ വരാം. ഓക്കെ, ഡാഷ് ഈസ് അക്കൗണ്ടബിൾ ഫോർ മോണിറ്ററിംഗ് പേഷ്യൻസ് പ്രോഗ്രസ്, ഇവാലുവേറ്റിംഗ് ദർ നീഡ്സ് ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ്. ആരാണ്? പേഷ്യന്റ് കൗൺസിലർ ആണ് കേട്ടോ. പേഷ്യന്റ് കൗൺസിലർ അവർക്കായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നതും അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും. നമ്മൾ 6 or 7 പേരുടെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പേഷ്യന്റ് കൗൺസിലർ. പേഷ്യന്റ് കൗൺസിലർ ആൾസോ നോൺ ആസ് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓഫ് പേഷ്യന്റ് ലിസോൺ ട്ടോ. ഓക്കെ, നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞത് ഇപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഒരു 10 ചാപ്റ്റേഴ്സ് ആണ് മൊത്തത്തിൽ എടുത്തത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം. അതല്ലാതെ വേറെ രക്ഷയില്ല കേട്ടോ. കാരണം ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങൾ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് സമയം എല്ലാം വായിച്ചെത്തിക്കാനോ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറുന്നവരായിരിക്കില്ലല്ലോ മിക്കവരൊക്കെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെവർക്കൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയാ മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റെക്കോർഡ് ക്ലാസ് ഒക്കെ ഒന്നെടുത്ത് നോക്കുക കേട്ടോ. ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകും. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്തത് അധികം കേൾവിയിലെ ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. മെയിൻ എക്സാമിന് കുറച്ചും കൂടി എളുപ്പമാവട്ടെ എന്ന് കരുതിയിട്ടാണ്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വരാം കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം. എനിക്ക് തോന്നുന്നു മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കുറെ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ മറ്റേ ക്വാളിറ്റി അഷുറൻസ് NABH പറ്റി കൂടുതൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, പേടിക്കണ്ടാണ്. ആ ചാപ്റ്ററിൽ നിന്ന് അധികവും വന്നിരിക്കുന്നത് ഫുൾ ഫോമുകൾ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വാളിറ്റി അഷുറൻസ് എന്താണ്, TQM എന്താണ്, അങ്ങനെയൊക്കെ ഉള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ പബ്ലിക് റിലേഷൻ പഠിക്കുമ്പോൾ ബോക്സിൽ
പ്രത്യേകിച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും അല്ലെ, ഒരെണ്ണം വേഴ്സ് ആണെങ്കിൽ ഒരെണ്ണം ബെറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ റിലേഷൻ അതൊന്നും കാണാണ്ട് പഠിക്കേണ്ട. അതൊക്കെ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഒക്കെ അന്ന് പിക്ചർ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒന്ന് കാണാമായിരുന്നു. ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഓക്കെ. ഇതൊക്കെയാണ് ആൾക്കാര് അല്ലെ. അപ്പൊ നിങ്ങൾ ആരെയും ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ലാസ്റ്റത്തെ ക്ലാസ് ആണ്. അപ്പോ നിങ്ങൾ നല്ലോണം പഠിക്കാം കേട്ടോ. കുറെ പേരൊക്കെ എക്സാമിന് ഇൻവിജിലേറ്റർ ആയിട്ട് വരുമ്പോ നിങ്ങൾ കാണാന്ന് വിചാരിച്ച്, പക്ഷെ അന്ന് എനിക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓക്കെ ശരി. സുഷിയൊക്കെ എന്ത് ചെയ്യും? സുഷ്ന, പിന്നെ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, പേര് ഞാൻ പറഞ്ഞല്ലോ, നൗഫിയ അല്ലെ. നൗഫിയ ഇടയ്ക്ക് പോയി തോന്നല്ലോ അല്ലെ. നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ കുട്ടിയോട് ഒന്ന് അന്വേഷണം പറയണം കേട്ടോ, നൗഫിയുടെ അടുത്ത്. ആളല്ലേ എന്തോ ഡൊണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ പോയി തോന്നണം അല്ലെ. ഓക്കെ, ജിസ്നയുടെ വാവ ഉണ്ടല്ലോ, എഴുന്നേറ്റു അല്ലെ വാവ. അത് ശരി. ഓക്കെ, സാന്ദ്ര, സുഷി എന്തി? സുഷി ഇപ്പൊ ഓഫ് ചെയ്തോ വീഡിയോ? സന്തോഷം കേട്ടോ എല്ലാവരെയും കാണാൻ പറ്റിയതില്. പിന്നെ ഓക്കെ ആതിര, ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതാം. എനിക്ക് ഭയങ്കര എന്താ പറയാ, ഇത്രയും സപ്പോർട്ട് തന്നതിന് ഞാനും നിങ്ങളോട് ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ. കാര്യം എനിക്ക് മുന്നോട്ട് പോവാനായിട്ട് ഒരു എന്താ പറയാ, ഒരു ഹെൽപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനൊക്കെ ഞാൻ ഒരുപാട് താങ്ക്സ് നിങ്ങളോട് പറയാണ്. പിന്നെ എന്റെ ക്ലാസ്സിലോ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഫാൾട്ടോ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മറക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ജസ്മിനി. പിന്നെ ഇവിടെ കോൺവൊക്കേഷൻ സെറമണി ആയിരുന്നു, നിങ്ങൾ കണ്ടിരുന്നോ? എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നോ? 5th കോൺവൊക്കേഷൻ സെറമണി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസരം വരുവാണെങ്കിൽ മാക്സിമം നിങ്ങൾ എല്ലാവരും വരാനായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. കണ്ടിരുന്നു അല്ലെ? ആ, നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് നിങ്ങളെ പറ്റിയാ ചിന്തിച്ചത്, ഇതുപോലെ ഒരു അവസരം വന്നാൽ നിങ്ങളെ കാണാനോ അങ്ങനെ വിചാരിച്ചു. പിന്നെ വേറെന്താണ്? വേറെ നിങ്ങൾക്കൊന്നും ചോദിക്കാനൊന്നുമില്ല അല്ലെ? പ്രത്യേകിച്ചൊന്നും ആർക്കൊന്നും പറയാനൊന്നുമില്ല അല്ലെ? വീഡിയോ കണ്ടില്ല. ഓക്കെ. ഞാനും ഒരുപാട് മിസ് ചെയ്യും കേട്ടോ നിങ്ങളെ. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളായിരിക്കും. എനിക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ കയറിയിട്ട് പിന്നെ കാണാതിരിക്കുമ്പോഴേ ഒരു വിഷമം. മുഖം കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ സ്ഥിരം നമുക്ക് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് നമുക്ക് നല്ലപോലെ ലൈവായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് പോകുമ്പോ ഒരു വിഷമം ഉണ്ടായിരിക്കും. ഓക്കെ ശരി. ഡാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഗതികെട്ടാ പുലി പുല്ലുന്നില്ലെന്ന് പറയില്ല, ആ ഒരു അവസ്ഥയിലൊക്കെ ചെയ്തു പോണതാണ്. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബാക്കിയുള്ളവർ വലിയ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് പറ്റാത്തത് ചെയ്യേണ്ടി വന്നാൽ ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. അതെ എന്റെ ലാസ്റ്റത്തെ ക്ലാസ് ആണ് കേട്ടോ. നാളെ നിങ്ങൾക്ക് ഇതിപ്പോ ആതിര മിസ്സിന്റെ ക്ലാസ് ഉണ്ടാവും, നാളെ മിരു മിസ്സിന്റെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോബ് സാറും ഒരു 5 or 10 minutes നിങ്ങളെ കാണാനായിട്ട് എന്തായാലും കയറും. അപ്പോ ഇന്ന് എന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്, നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താണ് പറയുന്നത്, എനിക്ക് കൂടുതല് വേറെ ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക് പറയാനായിട്ട്. നിങ്ങൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക കേട്ടോ, നല്ലപോലെ പഠിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും, വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവും, ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്കറിയാതെ. പിന്നെ മറ്റു ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അതൊന്നും വിഷയമല്ല. നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളെ പോലെ തന്നെ ഒരു ഹൗസ് വൈഫ് ആയിട്ട് ഇരുന്നിട്ടാണ് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനും ഇതിലേക്ക് വന്നത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നല്ലപോലെ എനിക്കറിയാം. ഒരു
ഫാമിലിയിലൊക്കെ നമുക്കൊരു നല്ല സപ്പോർട്ട് വേണം. എന്ത് കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കായിട്ടൊരു സമയം നിങ്ങൾ എപ്പോഴും കണ്ടെത്തണം കേട്ടോ. ആരും ഇത് തമ്മിലും നമ്മൾ ആരും മോട്ടിവേറ്റ് ചെയ്യാനില്ലെങ്കിൽ സ്വയം സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ശരി, എന്നാ ഞാൻ പോട്ടെ എന്നാ കേട്ടോ. കൂടുതൽ ഞാൻ പറയുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒരു അവസരം വരുവാണെങ്കിൽ വരണം. എനിക്കും നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹമുണ്ട് കേട്ടോ. ഓക്കെ സുനൈന, നഫിയോടൊന്നും പറയണം കേട്ടോ. നഫി അങ്ങനെ ഗ്രൂപ്പിൽ വരുവാണെങ്കിൽ ആ കുട്ടിയോട് പ്രത്യേകമായിട്ട് അന്വേഷിച്ചായിട്ട് പറയണം. പിന്നെ എല്ലാവരുടെ പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കുറെ പേര് എനിക്കറിയാം. കുറെ പേരുടെ പേരുകളൊന്നും ഞാൻ പറഞ്ഞില്ലാതെ എന്ത് വിഷമമൊന്നും വിചാരിക്കരുത് കേട്ടോ. കുറെ പേരുടെ പേര് സുഷ, സാതിര, ജസ്മിൻ, പിന്നെ ശ്രീലക്ഷ്മി, ജസ്ന, പിന്നെ മാർട്ടിൻ, ദിവ്യനൊക്കെ ഇടയ്ക്ക് ഒന്ന് ഓൺ ചെയ്ത് പോണ കാണാറുണ്ട്. പിന്നെ കുറെ കുട്ടികളുണ്ട്, പേരൊക്കെ മറന്നു. ഗംഗയൊക്കെ എനിക്ക് തോന്നുന്നു ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിൽ കഴിഞ്ഞപ്പോ പോയിരുന്നു. പിന്നെ ഹരികൃഷ്ണൻ കണ്ടില്ലല്ലോ. ആളോട് അന്വേഷിച്ചായിട്ട് പറയണ്ട. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഞാൻ നന്നായിട്ട് പഠിക്കുക കേട്ടോ എല്ലാവരും. അപ്പൊ ശരി എന്നാ. ഓക്കെ ശരി. പേരൊന്നും പറഞ്ഞില്ല എന്ന് കരുതി ആരും വിഷമം വിചാരിക്കരുത് കേട്ടോ. എല്ലാവരും മനസ്സിലുണ്ട്. അപ്പോ ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കാം കേട്ടോ. അപ്പൊ ശരി എന്നാ, നമുക്ക് പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാം കേട്ടോ. കോൺവെക്കേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം കേട്ടോ. ശരി എന്നാ. താങ്ക് യു. ഞാൻ പോവാണ്. ഓക്കെ എന്നാ.